ആഗോള അയ്യപ്പ സംഗമം സർക്കാർ വാദം പൊളിയുന്നു. ദേവസ്വം നൽകിയ തുക തിരിച്ചടച്ചില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് മുൻകൂറായി നൽകിയ തുക തിരിച്ചു കിട്ടിയില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട്. എന്നാൽ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് ദേവസ്വത്തിന്റെ പണം തിരിച്ചടച്ചെന്നാണ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നിയമസഭയിൽ മറുപടി നൽകിയത്. കഴിഞ്ഞ മാസം 28-നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇത്തരത്തിൽ മറുപടി നൽകിയത്. ഓഡിറ്റ് വിവരങ്ങളടക്കം പരാമർശിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ദേവസ്വം മുൻകൂറായി നൽകിയ 2 കോടി തിരിച്ചടച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. സർക്കാർ യഥാർത്ഥ വിവരം സഭയിൽ നിന്ന് മറച്ചാണോ മറുപടി നൽകിയെന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. തൃശൂരിൽ ക്ഷേത്ര കവർച്ച, ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നു. തൃശൂർ നഗരത്തിൽ 2 ക്ഷേത്രങ്ങളിൽ മോഷണ ശ്രമം. തൃശൂർ DIG ഓഫീസിന് തൊട്ടടുത്തുള്ള ഇരട്ടിച്ചിറ ക്ഷേത്രത്തിലാണ് ആദ്യം മോഷണ ശ്രമം നടന്നത്. രാവിലെ ക്ഷേത്ര ഭാരവാഹികൾ എത്തിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. ഓഫീസും ഭണ്ഡാരവും കുത്തിത്തുറക്കാൻ മോഷ്ടാക്കൾ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇവിടെ നിന്നും കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം. ഇരട്ടിച്ചിറ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരവും കവർന്നു. ഇവിടെ നിന്നും ഏകദേശം 10,000 രൂപയോളം കവർന്നതായാണ് റിപ്പോർട്ട്. 2 സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബ്രാൻഡിക്ക് പേരിട്ടാൽ 10,000 രൂപ. ആ പരസ്യം നൽകിയത് ഞങ്ങളല്ല, ബെഫ്കോ കോടതിയിൽ. പുതിയതായി നിർമ്മിക്കുന്ന ബ്രാൻഡിക്ക് പൊതുജനങ്ങളിൽ നിന്നും പേരും ലോഗോയും സ്വീകരിച്ചതിൽ ഹൈക്കോടതി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെ വിശദീകരിച്ച ബെഫ്കോ പരസ്യം നൽകിയത് തങ്ങളല്ലെന്നും നിലവിൽ മദ്യ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുമാണ് വിശദീകരണം. അതിനാൽ പുതിയ ബ്രാൻഡിന് പേരിടാനുള്ള മത്സരം ഉദിക്കുന്നില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ബെഫ്കോ വ്യക്തമാക്കി. മദ്യ ബ്രാൻഡിന് പേര് നിർദ്ദേശിക്കാനും ലോഗോ തയ്യാറാക്കാനും മത്സരം സംഘടിപ്പിച്ച നടപടിയിൽ സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. സർക്കാർ മദ്യ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന ഹർജിയിലായിരുന്നു നടപടി. പാലക്കാട്ടെ മലബാർ ഡിസ്റ്റിലറീസിൽ നിന്നും പുറത്തിറക്കുന്ന ബ്രാൻഡിക്ക് ഉചിതമായ പേരും ലോഗോയും ക്ഷണിച്ചായിരുന്നു സർക്കാർ പരസ്യം. സെൽഫി എടുക്കാനെത്തിയപ്പോൾ മുഖ്യമന്ത്രി നീരസം പ്രകടിപ്പിച്ചുവെന്ന വീഡിയോയോട് പ്രതികരിച്ച ആതിര ഗ്രേസ്. സെൽഫി എടുക്കാനെത്തിയപ്പോൾ നീരസം പ്രകടിപ്പിച്ച് നടന്നു നീങ്ങുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രചരിക്കുന്ന വീഡിയോയോട് പ്രതികരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ആതിര ഗ്രേസ്. അമ്പൂരി ജില്ലാ പഞ്ചായത്ത് അംഗമായ ആതിര സെൽഫി എടുക്കാൻ ശ്രമിക്കുമ്പോൾ നീരസം പ്രകടിപ്പിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയ്ക്കായിരുന്നു വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ താൻ സെൽഫി എടുക്കാനല്ല ശ്രമിച്ചതെന്നും ഒരു നിവേദനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയതെന്നും ആതിര പറയുന്നു. കർഷകർക്ക് ആശ്വാസം. കാട്ടുപന്നികളെ വെടിവെക്കാൻ ഇനി തടസ്സമില്ല. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിൽ ഷൂട്ടർമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവാദ ഉത്തരവ് വനംവകുപ്പ് മരവിപ്പിച്ചു. സ്പോർട്സ് ആവശ്യങ്ങൾക്കോ സ്ഥാപനപരമായ ആവശ്യങ്ങൾക്കോ ഉള്ള ആയുധ ലൈസൻസ് കൈവശമുള്ളവർ കാട്ടുപന്നികളെ വെടിവെക്കുന്നത് വിലക്കിക്കൊണ്ട് വനംവകുപ്പ് നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവാണ് വനമന്ത്രി A.K. ശശീന്ദ്രൻ താൽക്കാലികമായി മരവിപ്പിച്ചത്. ഉത്തരവ് പിൻവലിക്കാൻ വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലാ കളക്ടറുടെ ശുപാർശയും ആഭ്യന്തര വകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചാണ് നിയന്ത്രണം കൊണ്ടുവന്നെങ്കിലും ഇത് പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ തീരുമാനം.